ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങൾ കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇതൊത്തിരി സമയമെടുത്ത് ധ്യാനിക്കേണ്ട ഒരു തിരുവചനമാണ്. പലർക്കും മനസ്സിലാകാത്തതാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഇവിടെയും ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് പറഞ്ഞതുപോലെ ഈ ലോകം എന്ന് പറഞ്ഞ പൗലോസ് ശ്ലീഹ പറയുന്ന ആ ലോകമാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹയും പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ അനേക സ്ഥലത്ത് ഈ ലോകം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ലേഖനത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് പിശാചിൻ്റെ സാമ്രാജ്യമാണ്. അവിടെ പിശാച് സമ്മാനിക്കുന്ന വസ്തുക്കൾ, വ്യക്തികൾ, സംവിധാനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, തത്വശാസ്ത്രങ്ങൾ, പഠന മേഖലകൾ, അറിവുകൾ, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഉല്ലാസ മേഖലകൾ, സിനിമയായിരിക്കാം, മറ്റു പല ഉല്ലാസ മാധ്യമങ്ങളായിരിക്കാം, സോഷ്യൽ മീഡിയ മുഴുവൻ പിശാചിൻ്റേതല്ല. പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിലൂടെ പിശാച് നുഴഞ്ഞ് കയറുന്ന വഴികൾ അറിവില്ലാത്തവരാണെങ്കിൽ ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞൊരു പുണ്യമുണ്ട്, വിവേചനാപരം. അതില്ലാത്തവരാണെങ്കിൽ ഒരു നിമിഷം നമ്മുടെ ജഡിക പ്രവണതകൾ നമ്മെ കീഴടക്കുന്ന സ്വഭാവം ഉണ്ട് നമുക്കെങ്കിൽ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് പോകുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, അരുതാത്തത് അതിലൊക്കെ ഒരു ആകർഷണം വന്നു കഴിഞ്ഞ ഉടനെ പ്രലോഭകന് കീഴ്വഴങ്ങിപ്പോയി എന്ന് വരാം. അതുകൊണ്ട് ഏറ്റവും നല്ലത് പൈശാചികമായൊരു മേഖല, ഈ ലോകത്തിൻ്റേതായ എന്തെങ്കിലും ഒരു കാര്യം, ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നമ്മുടെ മുമ്പിലേക്ക് പിശാച് കൊണ്ടുവരുമ്പം നമ്മൾ അത് പിശാചിൻ്റെ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരമായി ബന്ധമുണ്ടായിരിക്കണം. ഒരു ചെറുപ്പക്കാരനോട് വിദേശത്ത് അയർലൻഡ് വെച്ച് പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റായിരുന്നു അയാൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ മറ്റ് പല സോഷ്യൽ മീഡിയയുടെ പേരൊക്കെ പറഞ്ഞ് എല്ലാവരും എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അതിലൂടെയൊക്കെ അദ്ദേഹം പിശാചിനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പിശാച് തന്ത്രപരമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ശോഭ കെടുത്തുന്ന കാര്യങ്ങളിലേക്ക് അയാൾ നയിക്കുന്നുണ്ടായിരുന്നു. അതിനോടുള്ള ഒരു അഭിനിവേശം ഉള്ളിക്കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ജഡിക അല്ലെങ്കിൽ ലൈംഗിക പാപങ്ങളുടെ അടിമയായി തീർന്നു അയാൾ. അതുമൂലമുണ്ടായ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, വ്യക്തിപരമായി ചെയ്യുന്ന ജഡിക ലൈംഗിക പാപങ്ങളാണെങ്കിലും അതുമൂലമുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത, ഏകാഗ്രത നഷ്ടപ്പെട്ടു, വിശുദ്ധമായി വികാരങ്ങളില്ലാതായി, ആരെയും നല്ല കണ്ണുകളോട് നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, ആരെ കണ്ടാലും മ്ലേച്ഛ ചിന്തകൾ വരാൻ തുടങ്ങി, ബൈബിൾ തുറന്ന് വായിച്ചാൽ പോലും അശ്ലീലമായ ചിന്തകളെ മനസ്സിലേക്ക് വരുന്നുള്ളൂ, കുർബാനയിൽ നിൽക്കുമ്പോൾ പോലും പങ്കെടുക്കുമ്പോൾ പോലും ജഡിക ദുർവികാരങ്ങളുടെ ഭീകരമായിട്ടുള്ള ഒരു വേലിയേറ്റം അയാൾക്കുണ്ടാകുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് കൂട്ടുകാരൻ നിർബന്ധിച്ചുകൊണ്ടാണ് വന്നത്. വരാൻ പരിപാടി ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം ഇങ്ങനെയാണ് ചിന്തിച്ചത്, ധ്യാനത്തിന് പോയപ്പോൾ ഈ പരിപാടി, ഈ സുഖം നൽകുന്ന പരിപാടിയോട് നോ പറയേണ്ടി വരും, അതുകൊണ്ട് ധ്യാനത്തിന് പോകുന്നില്ല തീരുമാനിച്ചു. പക്ഷേ കൂട്ടുകാർ നിർബന്ധിച്ച് ഇയാളെ കൊണ്ടുവന്നു. അവർക്ക് അറിഞ്ഞുകൂടാ ഇയാളുടെ അവസ്ഥ. പക്ഷേ ഒരു കമ്പനി സേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അങ്ങനെ ധ്യാനത്തിൽ കൂടി അയാൾക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന അശുദ്ധിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാപ വഴികളിലേക്കോ പാപസുഖാസ്വാദന മേഖലയിലേക്കോ വിശ്വാസത്തെ തകർക്കുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ പ്രാർത്ഥന നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അഭിഷേകം ചോർത്തിക്കളയുന്ന അവസ്ഥയിലേക്കോ നമ്മെ നയിക്കുന്ന ഏത് മേഖലയിൽ നിന്നും ഓടിയകലണം. സർപ്പത്തിൽ നിന്നതുപോലെ ഓടിയകലണം. എങ്കിലേ പറ്റുള്ളൂ.
ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ചെറിയ ഫാസ്റ്റിംഗ് പ്രഖ്യാപിക്കുകയാണ്, സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ്. നിങ്ങൾ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും വാക്ക് സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് കാലത്തേക്ക്, അത് ഒരാഴ്ച 2 ആഴ്ച ഒന്നുമല്ല, 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക് സോഷ്യൽ മീഡിയ ഒന്നുപോലും വേണ്ടെന്ന് വെക്കുക. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ചിലരെങ്കിലും ഇത് ചിരിക്കുന്നുണ്ടാകാം, എന്നെ കളിയാക്കുന്നുണ്ടായിരിക്കാം. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ദൈവം ഇന്ന് ഇത് നമ്മിൽ നിന്ന്, എല്ലാവരിൽ നിന്ന്, എന്നെപ്പോലുള്ള പുരോഹിതരിൽ നിന്ന് പോലും പ്രതീക്ഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഫാസ്റ്റിങ്. എന്നോട് ചില ആൾക്കാർ പറഞ്ഞു, സോഷ്യൽ മീഡിയയിലേക്ക് കയറി പാപകരമായത് മാത്രമൊന്നുമല്ല, എല്ലാം ന്യൂസ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വഴി അയാളുടെ കുടുംബജീവിതം തകർന്നു, ഭാര്യ അയാൾ ഉപേക്ഷിച്ചു പോയെന്ന്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പരിപാടി കണ്ടുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എനിക്കതിപ്പോൾ ഓർമ്മയില്ല. അത് കഴിഞ്ഞ് രാത്രിയിൽ നേരെ ഇതുമായിട്ട് നേരെ കിടപ്പുമുറിയിലേക്ക് പോകും. എന്നിട്ട് ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ ഭക്ഷണം കഴിഞ്ഞിട്ട് വായൊന്ന് കഴുകാൻ പോലും അയാൾ തയ്യാറല്ല. ഞാനും എൻ്റെ ഭർത്താവും നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് പല്ല് ബ്രഷ് ചെയ്തേ കിടന്നുറങ്ങുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പല്ല് ബ്രഷ് ചെയ്യുന്നില്ലെന്നല്ല, വാ കഴുകുന്ന പോലും ഇല്ല. ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൈയും കഴുകി എഴുന്നേറ്റ് ഒറ്റ പോക്കാണ്. കൈ കഴുകുന്നത് പോലും ഈ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കട്ടിൽ കയറി ഇത് കണ്ടുകൊണ്ട് കിടക്കും. അവസാനം കുടുംബജീവിതം ഇല്ലാതായപ്പോൾ 1.5 വർഷം കഴിഞ്ഞ ഭാര്യ അയാളോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ജീവിത പങ്കാളിയായ ഈ മൊബൈലുമായിട്ട് കഴിഞ്ഞോളാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ വേദനിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയോ, ആ ഭർത്താവിന് ഭാര്യ പോയതിലൊരു പരാതിയില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരന്തം ഉണ്ടായത്? പുള്ളി പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് പൈശാചികതയുണ്ടെന്ന് അച്ഛൻ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. സോഷ്യൽ മീഡിയയിലൂടെയും പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്ന് തിരിച്ചറിയണം. ദൈവം അനുവദിക്കാത്ത, ആശീർവദിക്കാത്ത, നൽകാത്ത എന്തായിരുന്നാലും, അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിന് അനിവാര്യമായ കാര്യമാണെന്ന് നമ്മളോ ലോകമോ പറയുന്ന കാര്യമാണെങ്കിൽ പോലും പിശാച് തരുന്നതാണോ അത് വേണ്ടെന്ന് വെക്കണം. പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റിൻ്റെ, ഉല്ലാസങ്ങളുടെ, അങ്ങനെയുള്ള ആസ്വാദന മേഖലകളുണ്ടല്ലോ, അവിടെ ഇപ്പം പിശാച്, അത് സിനിമാ ലോകത്തിലാണെങ്കിലും ഇപ്പോൾ സുവിശേഷം നിരക്കാത്തതും പിശാചിനെ ദൈവത്തിന് തുല്യമായി ഉയർത്തി ദൈവപുത്രനെ അപമാനിച്ചുകൊണ്ട് ഒരു സിനിമ ഇറങ്ങിയല്ലോ. ഞാനിപ്പോൾ ഇതുപോലൊരു വേദിയിൽ പേരൊന്നും പറയുന്നില്ല. ഞാനതിനെ കൺവെൻഷൻ അവസരത്തിൽ പേരെടുത്തു പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പം ഞാൻ പറയുന്നില്ല. അവിടെ പിശാചിന് മഹത്വം നൽകുന്ന ഇതുപോലുള്ള സിനിമ കാണരുത്. അങ്ങനെ സിനിമയുടെ സംവിധായകരോ തിരക്കഥാകൃത്തുക്കളോ നടീനടന്മാരെയോ നമ്മൾ അംഗീകരിക്കാനും പോകരുത്. കാരണം അവർ ദൈവരാജ്യത്തിനും ദൈവത്തിനും ദൈവമഹത്വത്തിൻ്റെ എതിരാണ്, ദൈവിക വെളിപാടിനെതിരാണ്. അവരുടെ തന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പിശാചിന് മഹത്വം കൊടുക്കുകയാണ്. പിശാച് ആരാധകരെ അകറ്റി നിർത്തുന്നത് പോലെ ഇത് കൂട്ടരെയും, കാരണം ഇത് പിശാച് ആരാധനയ്ക്കുള്ള ചവിട്ടുപടികളാണ്. പിശാച് ആരാധനയുടെ ഏതൊക്കെയോ മേഖലകളിൽ പോയതുകൊണ്ടാണ് അവിടെ ഇതുപോലെ പിശാചിന് മഹത്വം നൽകി യേശുവിനെ അപമാനിച്ചുകൊണ്ട് സുവിശേഷ സത്യങ്ങളെ നിരസിച്ചുകൊണ്ടുമുള്ള സിനിമകളൊക്കെ പുറത്തിറങ്ങുന്നത്. അവർ കരുതുന്നു അവരെന്തൊക്കെ നേടുന്നുവെന്ന്. അവരുടെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ ദേവനായി പിശാച് കയറിയെന്ന് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ വലിയ അപകടമുണ്ട്. അത് നമ്മൾ അന്ന് കണ്ടാൽ എന്താ കുഴപ്പം? അറിയാൻ വേണ്ടി കണ്ടതല്ലേ. അങ്ങനെ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ, അവർക്ക് പണം കിട്ടുന്നില്ലേ. അവരുടെ സിനിമ ഈ ലോകം പിശാചിൻ്റേതാണെങ്കിൽ അതിന് കാണുമ്പോൾ അവർക്ക് പണം കിട്ടുന്നില്ലേ. കാണരുത്. ഇതാണ് എൻ്റെ ഒരു വ്യക്തിപര അഭിപ്രായം. എൻ്റെ ഉപദേശമായിട്ട് പോലും എടുക്കണ്ട. കാണരുത്. അഭിപ്രായം പറയും. ഒത്തിരി പിതാക്കന്മാർ ഇത് ഈ അഭിപ്രായം എന്നോട് പറഞ്ഞു. ഇതുപോലൊരു സിനിമ കണ്ട ഒരു വളരെ പ്രശസ്തനായിട്ടിരിക്കുന്ന ഒരു ആത്മീയ പിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടുപോയത് ഒരു പാപമാണെന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം പോയി എൻ്റെ കൂടെയുള്ള അച്ഛൻ്റെ അടുത്ത് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു. ആ അച്ഛൻ കുമ്പസാരം കേട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ സിനിമ ഒന്ന് കാണണമെന്ന് ഓർത്തിരുന്നത്, ഞാനിപ്പോൾ ഇതുവരെ പറയേണ്ടതെന്ന് വിചാരിച്ചിരുന്നത്, ഇപ്പം ഞാൻ പേര് പറയാൻ പോയി. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അത് കാണാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അച്ഛൻ്റെ കുമ്പസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം തിന്മ നിറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അത് കാണരുതെന്ന് ഞാൻ തീരുമാനമെടുക്കും, ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടി എന്നോട് ഇക്കാര്യം പറഞ്ഞത്. വളരെ മിടുക്കനായ ധ്യാനഗുരുവൊക്കെ ആയിരിക്കുന്ന ഒരു അച്ഛൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോയി കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പണം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ഉല്ലാസങ്ങളുടെ മേഖല, അല്ലെങ്കിൽ ചില ആഘോഷങ്ങളുടെ മേഖല, അല്ലെങ്കിൽ ചില സാമ്പത്തിക നേട്ടങ്ങളുടെ മേഖല, അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള അറിവുകളുടെ മേഖല,
അതിലൂടെ എല്ലാം പിശാച് നമ്മിലേക്ക് വരുമെന്ന് തിരിച്ചറിയണം. അതിനെ സ്നേഹിക്കരുത്, അതിനെ അംഗീകരിക്കരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കരുത്, അതിന് പിന്നാലെ പോകരുതെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ദാസരായി, ദൈവവിശ്വാസികളായി, വിശുദ്ധരായി, ലോകത്തിൽ ദൈവമക്കളായി ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കായി യാചിക്കുക. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ ദാസരും അങ്ങയുടെ പ്രിയ ശിഷ്യരും അങ്ങയുടെ ഉപകരണങ്ങളുമാക്കണമേ. അങ്ങേക്ക് നിരക്കാത്തതൊന്നും അങ്ങേക്ക് സ്വീകാര്യമല്ലാത്തതൊന്നും ഞങ്ങളിലേക്ക് പിശാച് അനുവദിക്കാത്ത വിധം ഞങ്ങൾ അങ്ങയുടെ തിരുക്കൃപയാൽ പൊതിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.